ആച്ചാ ജോലിയാ? ആ ഏത് നമ്മുടെ സാധാരണ ബാങ്കില് അച്ഛൻ പ്രസിഡന്റ് ആയിട്ടുള്ള? സൂപ്പർ. അപ്പൊ എനിക്കും ബാങ്കില്, രവിയേട്ടും ബാങ്കില്. അത് തന്നെ, അത് കൊള്ളാം. എന്നാലും രവിയേട്ടന് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷാവും. എനിക്ക് സന്തോഷമാണ് സത്യം. ആ അയ്യോ, അപ്പൊ അതെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണ ബുദ്ധിമുട്ടാവൂലേ അച്ഛാ? അവിടെ നിക്കാനാ? അയ്യോ, അത് ഇപ്പൊ പിന്നെ ആഴ്ചയിൽ ഒരു ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. അല്ല, ഇവിടത്തെ കാര്യമേ രവിയേട്ടനും മക്കളൊക്കെ ഒറ്റയ്ക്കാവൂലേ? പോയി വരാനാ ദിവസം രാവിലെ? അയ്യോ, എത്ര ബസ് മാറി കയറണം? ആ അതാണെങ്കിൽ ഓക്കെ. സീസൺ ടിക്കറ്റ് എടുത്തിട്ട് പോയി വരാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? ശരിയാണ്. രാവിലെ ആ ട്രെയിനിൽ കയറി. ആ ശരി ശരി ശരിയാ. സന്തോഷം സന്തോഷം. ഞാൻ പറയാം അച്ഛാ. രവിയേട്ടന് എല്ലാ പിള്ളേർക്കൊക്കെ സന്തോഷാവും. അച്ഛൻ മറ്റേ പുതിയ മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? അടുത്ത പ്രാവശ്യം ഡോക്ടറിനെ കാണുമ്പോൾ പറയാത്. ഭക്ഷണം കഴിച്ചാ? ആ അങ്ങനെ കഴിക്കുക അച്ഛൻ. ശരി. മൺകുട്ടി ഞാൻ അടുത്ത് വരാൻ പറയുമോന്ന്? ആ ശരി. ആ ഓക്കെ. ആ ശരി അച്ഛാ, ഞാൻ പറയാം. ആ അത് പിങ്കി മോൾ അന്വേഷിച്ചേട്ടാ. ആ ഓക്കെ അച്ഛാ. ഇനിയിപ്പോ ഫോൺ കൊടുത്താൽ ശരിയാവൂല. ഇനി ഫോൺ എനിക്ക് തിരിച്ചു കിട്ടൂല. ശരി അച്ഛാ, ബൈ. അപ്പൂപ്പൻ എന്ത് നേരത്തെ വിളിച്ച? ഒരു വിശേഷമുണ്ട്. എന്തോന്ന്? സസ്പെൻസ്. നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പോയിരിക്കണ? അതല്ല, പിന്നെ എനിക്കൊരു ജോലി റെഡിയായല്ലോ. അമ്മയ്ക്ക് ജോലിയാ? എവിടെ? എടാ, അപ്പൂപ്പൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബാങ്കില്, സഹകരണ ബാങ്ക് അവിടെ. അങ്ങനെ ഞാനും ഒരു ഉദ്യോഗസ്ഥയാവാൻ പോകുന്നു. അമ്മയ്ക്ക് ഇനി ഈ പ്രായത്തിൽ ജോലി കിട്ടും അമ്മ? അപ്പൊ മനസ്സിലായില്ലേ? കിട്ടുന്നു. അത് അപ്പൂപ്പൻ പ്രസിഡന്റ് ആയോണ്ടല്ലേ? പക്ഷെ എന്നാലും ട്രീറ്റ് വേണം. എനിക്ക് ഇന്ന് തന്നെ ട്രീറ്റ് വേണം. ഇതിന് ട്രീറ്റാ? ആ പിന്നല്ലാണ്ട്. അത് ശമ്പളമൊക്കെ കിട്ടിയിട്ടല്ലേ? ശമ്പളം കിട്ടിയിട്ട് വലിയ ട്രീറ്റ്. ഇതിപ്പം ഇതിന്റെ സന്തോഷത്തിന് ചെറിയ എന്തെങ്കിലും ട്രീറ്റ് എനിക്ക് തന്നേ പറ്റുള്ളൂ. അതെ, ഒരു കാര്യം ചെയ്യും. ഞാൻ പായസം ഉണ്ടാക്കി തരാം. വൈകിട്ട് അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും കൂടെ ചേർത്ത് പായസം ഉണ്ടാക്കി. ബോളിയും കൂടെ മേടിച്ചു. ഞാൻ ഇപ്പൊ പറയണില്ല, അപ്പൊ അച്ഛന്റെ കാര്യം മനസ്സിലാവും. അച്ഛൻ വന്നിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കാര്യം പറയാം. വന്നിട്ട് പറയണുള്ളൂ. സർപ്രൈസ് കൊടുക്കണ്ടേ? ഇപ്പോഴേ പറഞ്ഞാൽ അത് പൊളിവില്ലേ? പിന്നെ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ സർപ്രൈസ് കൊടുക്കണ്ടേ? എങ്ങനെയുണ്ട് സർപ്രൈസ്? നന്നായി. പക്ഷെ അമ്മ എങ്ങനെയാ പോണ ഇത്ര ദൂരം? സീസൺ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം രാവിലെ ട്രെയിനിൽ പോയി തിരിച്ചു വരാം. കുറച്ച് രാവിലെ നേരത്തെ പറയണം. പാടല്ലേ എന്നും പോയിട്ട് വരണ? കുറച്ച് പാടൊക്കെ പെടാതെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? എല്ലാം നമ്മുടെ സൗകര്യത്തിന് കിട്ടൂലല്ലോ. ചില കാര്യങ്ങളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. റിങ്കിലെടുത്ത് പറയട്ടാ. അപ്പോഴാ ഞാൻ പറയാം. അയ്യോ, അവളെന്നെ റെസ്പോണ്ട് ചെയ്യൂ. അവൾക്ക് ഞാൻ ജോലിക്ക് പോകണ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്താണ് അവളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. പണ്ട് ഇഷ്ടമല്ലായിരുന്നു. റിങ്കി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസാ? ഓഹോ, നിന്റെ എക്സാം റിസൾട്ട് വന്നാ? നീ തോറ്റാ? അതൊന്നുമല്ല, പിന്നെ ഇനി സമയമുണ്ട്. ഞാൻ തോറ്റെന്ന് പറഞ്ഞപ്പോ അവളെ സന്തോഷം കണ്ടാ ഇത് വേറെ ഗുഡ് ന്യൂസ്. വേറെ എന്തോടി ഗുഡ് ന്യൂസ്? അമ്മയുടെ ഗുഡ് ന്യൂസ്. എന്തോ അമ്മയുടെ ഗുഡ് ന്യൂസ്? അതൊക്കെ ഉണ്ട്. ദൈവമേ, ഈ വയസ്സംഗത്തെ എന്റെ ഒച്ചൻ ചെയ്യുന്ന പണി ഇതൊന്നും ഇവിടെ നടക്കൂലേട്ടാ. അതല്ല, അമ്മയ്ക്കൊരു ജോലി കിട്ടി. ജോലിയിലായിരുന്നു? അല്ല, ജോലി എങ്ങനെ കിട്ടി? അപ്പൂപ്പ ശരിയാക്കി തന്നു. അപ്പൂപ്പന്റെ സഹകരണ ബാങ്കില്ലേ, അവിടെ അമ്മയ്ക്ക് ജോലി കിട്ടി. ഇത് നല്ല ന്യൂസ് ആണല്ലോ. ഒരു നിമിഷം, ഞാൻ തെറ്റിദ്ധരിച്ചു. നീ തെറ്റിദ്ധരിക്കാൻ പിടിക്കാം. ഇവിടെ എന്നും പോയി വരും. അവിടെ അല്ലേ? നാട്ടിലല്ലേ? ഒരു ദിവസം പോയി വരാനുള്ള പ്ലാൻ. എന്തായാലും നന്നായി. അച്ഛൻ ഇപ്പൊ ഒരു താങ്ങാവൂല്ലോ. പിന്നെ അല്ല, അച്ഛൻ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടല്ലേ. അപ്പൊ അമ്മയും കൂടെ ജോലി ചെയ്തു തന്നെയല്ലേ സഹായമാവും അച്ഛന്. ശരി. അതെ, ചെലവ് വേണം. അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റ് ആണ് ഇവിടെ. എന്തോന്ന് നീ സെറ്റ് ചെയ്യേ? അമ്മ ഇന്ന് നമുക്ക് വൈകുന്നേരം പായസം വെച്ച് തരണം എല്ലാവർക്കും. പാൽപ്പായസം.
പിന്നെ അമ്മയ്ക്ക് ശമ്പളം കിട്ടുമ്പോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ്. അതൊക്കെ പറഞ്ഞു അത് പറഞ്ഞില്ല, ശമ്പളം സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ല, സത്യം ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ ആ. ഇന്ന് മധുരത്തിൽ ഒതുക്കാം. ആ. പക്ഷേ പക്ഷെ ശമ്പളം കിട്ടിയിട്ട് ആദ്യത്തെ സാലറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോഡി ഡ്രസ്. അതമ്മ ഏറ്റു കേട്ടില്ല? പോയിട്ട് ഞാൻ ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നേ? ഡ്രസ് മാത്രമല്ല, ഞാൻ ആ ശമ്പളം മൊത്തം നിങ്ങൾക്ക് വേണ്ടി തരാം. പിന്നെ തരാതെ നിങ്ങൾ വേണ്ടിയില്ല അമ്മ പണിയെടുക്കണേ. അതൊക്കെ ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ടടി? ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മയ്ക്ക് സാധിച്ചു തരാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ്, മേക്കപ്പ് വേണമെങ്കിൽ മേക്കപ്പ്, വാങ്ങാൻ പോകാനുള്ള പോക്കറ്റ് മണി. ലിപ്സ്റ്റിക് ആലോചിക്കാം. പിന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട് മേടിക്കാൻ. ഞാൻ ലിസ്റ്റ് തയ്യാറാക്കി അമ്മ എനിക്കും ഉണ്ട് കേട്ടോ. എന്റെ അമ്മേ, അതിന് മാത്രമുള്ള ശമ്പളം അമ്മയ്ക്ക് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ചെറിയ ശമ്പളമൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും ഉള്ളതില് നമുക്ക് പോകണം. ഓക്കെ, അപ്പൊ പൈസ സെറ്റ് റെഡി. അച്ഛൻ കൂടെ വന്നിട്ടോണം പറയാം. അച്ഛനത് ഞാൻ പറഞ്ഞു. നീ പറഞ്ഞ ന്യൂസ് പേപ്പർ. ഞാൻ വന്നത് പോലും ഇവളെന്തോ പറയണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവള് കാര്യം പറയുന്നില്ല. പറഞ്ഞോളെ എന്താ? എനിക്കല്ല പറയാനുള്ള, അമ്മയ്ക്കാണ്. അമ്മയ്ക്കാ പണി എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു കാര്യമുണ്ട്. എന്ത്? നീ പറ. പറയട്ടെ? പറയടി. അതല്ല, ഇന്ന് രാവിലെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അച്ഛൻ പ്രസിഡന്റ് ആയിട്ടുള്ള സഹകരണ ബാങ്കില്ലേ അവിടുത്തെ, കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ ഒരു ജോലി ശരിയാക്കിയിരുന്നു. ആർക്ക്? വേറെ ആർക്ക്? എനിക്ക്. നിനക്കാ? ഈ ഗുഡ് ന്യൂസ് അമ്മയ്ക്ക് അച്ഛനോട് നേരിട്ട് പറയണോന്നുള്ളതുകൊണ്ടാ ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ പറയാതിരുന്നത്. എന്താ എന്താ ഉണ്ടായിരിക്കണേ? ഇത്ര നല്ലൊരു റെസ്റ്റോറന്റ് അച്ഛൻ ഇങ്ങനെ ഒരു റിയാക്ഷനും ഇല്ലാതെ എന്തോ ആലോചിക്കുന്നേ? അല്ല, ഞാൻ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിക്കുന്നേ. ഞങ്ങളുടെ കാര്യം എന്തോന്നു? നിങ്ങളുടെ കാര്യം വെച്ചാൽ ഞാൻ ഇവളും കൂടെ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാലേ പിന്നെ ഈ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? അല്ല, നീ അച്ഛനോട് എന്നിട്ട് എന്ത് പറഞ്ഞു? അച്ഛനോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. രവിയേട്ടനോടും പിള്ളേരോടൊക്കെ പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇവര് വലിയ കുട്ടികളായില്ലേ രവിയേട്ടാ. നീ ഇവരുടെ കാര്യം നോക്കാൻ ആരെങ്കിലും വേണോ? അതെ, ഞാൻ പണ്ട് ജോലി വേണ്ടാന്ന് വെച്ചിരുന്ന ഇവരെ കരുതി തന്നെയാണ്. ഇനിയിപ്പോ ഇവർക്ക് ഞാൻ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവളിപ്പം ഈ വർഷം കോളേജിൽ ജോയിൻ ചെയ്യേണ്ട, +2 കഴിയും. ഇവള് പഠിത്തം കഴിഞ്ഞ് ഇവൾക്കും ജോലിയൊക്കെ കിട്ടാറായി. ഒരു കാര്യം ചെയ്യും, അച്ഛൻ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക് രവിയേട്ടന് താല്പര്യമില്ലെന്ന്. താല്പര്യമില്ലെന്നോ? ആദ്യം താല്പര്യമില്ലാത്ത? എടി, ഞാനേ ഈ വീട്ടിലെ കാര്യവും നിന്റെ അവസ്ഥയൊക്കെ ഓർത്തിട്ടാണ് പറഞ്ഞത്. മനസ്സിലായി? എന്തോ കാര്യം, എന്തോ അവസ്ഥ? എന്തോ വെച്ചാ വീട്ടിൽ കയറി ഒന്ന് മഹാലക്ഷ്മി ഇങ്ങനെ തട്ടിക്കളയല്ലേ? മക്കളെ, അത് ബുദ്ധിമുട്ടാണ്. അവസ്ഥ എന്താന്ന് വെച്ചാല് നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ ജോലിക്ക് പോയിക്കാൻ ഈ വീട്ടിൽ പിന്നെ ആരുമില്ല. ഇവളും പോവും, പിന്നെ ഇവള് ചിലപ്പോ ഒറ്റയ്ക്കായിരിക്കും. മനസ്സിലായോ? പിന്നെ നിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഒരു ദിവസം യാത്രയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി. ഉണ്ടോ? ഉണ്ട്. രാവിലെ നിനക്ക് ഇവിടെ നിന്ന് എത്ര മണിക്ക് ഇറങ്ങണം? മിനിമം ഒരു 7 മണിക്കെങ്കിലും ഇറങ്ങണം. അത് വേണ്ടി വരും. 7 മണിക്ക് ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ അതിരാവിലെ ഇവിടെ എഴുന്നേക്കണം. പിന്നെ തിരിച്ചു വരുമ്പോഴോ എന്തായിരുന്നാലും സന്ധ്യ കഴിയും. ഞാൻ പറയട്ടെ മണി, വരുന്നതേ നീ യാത്ര ചെയ്തിട്ടാണ് പറഞ്ഞത്. നല്ല ക്ഷീണമായിരിക്കും. വന്നു കഴിഞ്ഞ് പിന്നെ ഈ വീട്ടിലെ പണി, അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പോലും പറ്റൂല. ഒന്ന് നടുവ് നിർത്തണമെങ്കിൽ ആർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അതിനൊന്നും നിനക്ക് സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. രവിയേട്ടൻ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നെഗറ്റീവ് ചിന്തിക്കുന്നത്? ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ നെഗറ്റീവ് മാത്രം ചിന്തിക്കുക. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചൂടെ? ഇതൊക്കെ തോന്നലാണ്. അതൊക്കെ നമുക്ക് ശീലമാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒന്ന് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത ലൈഫിൽ എന്തെങ്കിലും നേടാൻ പറ്റുമോ ആർക്കെങ്കിലും? കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് വേണ്ടേ? ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. എന്റെ മണി, ഞാനുണ്ടല്ലോ നിന്റെ ഇത് നോക്കിയിട്ടാണ് പറഞ്ഞത്, നിന്റെ ആരോഗ്യമൊക്കെ നോക്കിയിട്ടാണ് പറഞ്ഞത്. പിന്നെ മാത്രല്ല ഇവിടെ അത് ശരിയാവൂല. പിന്നെ ഞാൻ ചോദിച്ചിട്ടെ, ഇപ്പൊ നിനക്ക് ജോലിക്ക് പോകേണ്ട കാര്യം എന്താണ്? ഇത്രയും നാൾ ജോലി, മുമ്പ് ജോലി കിട്ടിയപ്പോ പോലും നീ പോയില്ലല്ലോ. അന്ന് പിള്ളേര് ചെറുതായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പൊ പിള്ളേര് വലിയ കുട്ടികളായി, ഞാൻ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ ശമ്പളം കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അച്ഛാ? സംഭവമൊക്കെ നല്ലത് തന്നെ. അച്ഛൻ പറയുന്ന എല്ലാം കാര്യമാണ്, ശരിയാണ്. പക്ഷെ അമ്മയ്ക്ക് ഒരു വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി ഒക്കെ പെട്ടെന്ന് തീരൂലേ? ലോണൊക്കെ പെട്ടെന്ന് അടച്ചു തീർക്കാം. മോളെ, അതൊക്കെ അടഞ്ഞോളും. ഇത്രയും നാൾ അടഞ്ഞില്ലേ, ഇനി അതൊക്കെ അടഞ്ഞോളും. മനസ്സിലായോ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. രവിയേട്ടാ, ഇത്രയും നാള് ബുദ്ധിമുട്ടി ദാരിദ്ര്യവും കഷ്ടപ്പാടും, വരുമാനം ഉണ്ട് സമ്മതിച്ചു, മറ്റുള്ളവരെക്കാളും ഒക്കെ നല്ല രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരു എക്സ്ട്രാ ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂക്കി രക്ഷ വരക്കണം. നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചല്ലേ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെങ്കിലും ഒരു സുഖമായിട്ട് നടക്കൂലേ? ഒരു
പെട്ടെന്നൊരു മെഡിക്കൽ ചെലവ് വന്നു വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഒരു 5 പൈസ ഉണ്ടാവില്ല. ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടെൻഷൻ ഇല്ലാതെ അച്ഛന്റെ പകുതി മണിക്കുട്ടി ഭാരം പറയട്ടെ കുറയില്ല അച്ഛാ. മോളെ, അതല്ല, അത് ശരിയാവില്ല. മണി ഈ വീട്ടിൽ ഇല്ലെങ്കിൽ ശരിയാവില്ല. ജോലിക്ക് പോയി ബുദ്ധിമുട്ടാണ്. അപ്പൊ രവിയേട്ടൻ ഇവിടെ എന്താണ് ഇത്രയും നാള് നടന്നില്ല, ഇനി ഇതൊക്കെ നടന്നോളും, കുഴപ്പമില്ല. അപ്പൊ എന്താണ് പറയുന്നേ? നീ പോണ്ട, പോണ്ടെന്നാണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്ന ജോലിയാണ്. ഈ ജോലിക്ക് ഞാൻ എന്തായാലും ജോയിൻ ചെയ്തിരിക്കും. അത് അവസാനത്തെ വാക്കാം. മണി, അമ്മ തോന്നിയത് ഇപ്പൊ എനിക്കിവിടെ മാന്യമായിട്ട് ശമ്പളമുണ്ട്, അതിൽ പോകാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ജോലിക്ക് വെച്ച ബുദ്ധിമുട്ടാണ് മക്കളെ. നിങ്ങളിപ്പം പറയുന്ന പോലെയൊന്നും അല്ല. ഇത് അവസാനം ഒരു വലിയൊരു ബാധ്യതയാവും, അറിയുമോ? ഈ ജോലി വയ്യ, ഒന്നാമത് നടുവേനയുണ്ട്, കാലുവേനയുണ്ട്. ഈ യാത്രയൊക്കെ ചെയ്തിട്ട് വരുമ്പോഴോ നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? പിങ്കി ഡി, അച്ഛൻ അമ്മയോട് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എടി ഞാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്തു കാര്യം? എടി, നമ്മളെ നോക്കാനൊക്കെ ഇവിടെ ആരുണ്ട്, അതുപോലെ അച്ഛനെ നോക്കാൻ ആരുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും പോണ്ടാന്ന് പറയുന്നത്. എടി ആന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു ജോലിക്ക് പോവാതിരിക്കാൻ പറ്റുമോ? എടി, അതൊക്കെ ശരി തന്നെ. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ രാവിലെ എണീക്കണം. രാവിലെ എണീറ്റ് ഇവിടത്തെ ജോലിയും ചെയ്ത് ഓഫീസിൽ പോയി തിരിച്ച് യാത്രയും കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാടാവും അമ്മ. അതൊക്കെ അമ്മ നോക്കാന്നല്ലേ പറഞ്ഞേ, പിന്നെന്ത്? എടി ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ അങ്ങ് പോവും. സ്ഥിരം ഇത് തന്നെയല്ലേ? അപ്പൊ അമ്മ ഹെൽത്ത് വളരെ മോശം. ഇപ്പോഴേ അമ്മയ്ക്ക് കൈയും കാലും ഒന്നും വയ്യ, പെട്ടെന്ന് നീരൊക്കെ കേറുന്നേ. അതിന്റെ കൂടെ ഈ ജോലിക്കും കൂടി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അത് നോക്കണമല്ലോ. ചേച്ചി ആന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ അമ്മയുടെ ജോലിക്ക് പോകണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കുറെ അമ്മയെ സപ്പോർട്ട് ചെയ്തല്ലേ. എടി, ആണ് അമ്മയ്ക്ക് ഒരു ജോലി കിട്ടുന്ന ഏറ്റവും സന്തോഷം എനിക്കുള്ളതാണ്. പക്ഷെ അതിന്റെ ഇത് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അമ്മ ഒരുപാട് പ്രതീക്ഷടി അപ്പം വിളിച്ച് പറയുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതല്ലേ അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ എന്തായാലും പോവൂന്നൊക്കെ. നല്ല പ്രായത്തിൽ അമ്മ പോയിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും വരൂലായിരുന്നു. അന്ന് കുറെ കൂടി ചെറുപ്പമായിരുന്നു. ഇപ്പൊ പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവും തോന്നുന്നില്ലടേ. അത് മാത്രമല്ല, അമ്മ വളരെ വാശിയോടെയാണ് പറഞ്ഞത് ഞാൻ ഈ ജോലിക്ക് പോയിരിക്കുമെന്ന്. അപ്പൊ അച്ഛനെ എതിർത്ത് പോയി കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സമാധാനം പോകും. പക്ഷെ ഇത് വലിയ കഷ്ടമല്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അങ്ങനെയല്ലേ വർക്കൗട്ടാവോ? വർക്കൗട്ട് ആവേണ്ടേ? മണിക്കുട്ടി, എത്ര നേരമായി കിടന്നുറങ്ങുന്നില്ലേ? ഇങ്ങനെ ഉറക്കൊഴിച്ചിരിക്കാതെ വല്ല അസുഖം വരും. കിടന്നുറങ്ങാൻ തോന്നും. എനിക്കല്ലേ അസുഖം വരുന്നേ, ഞാനങ്ങ് സഹിച്ചു. ഞാൻ സഹിച്ചോളാം. നീ സഹിച്ചു കഴിഞ്ഞാൽ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? ഞാൻ തന്നെ കഷ്ടപ്പെടണ്ടേ? എന്റെ പൈസയല്ലേ ചെലവാണ്. എനിക്ക് അസുഖം വന്നു കഴിഞ്ഞാലേ എന്നെ എന്റെ മക്കൾ ആശുപത്രി കൊണ്ടുപോയിക്കോളൂ, അല്ലെങ്കിൽ എന്റെ സഹോദരനോ അച്ഛനോ കൊണ്ടുപോകും. പിന്നെ ആശുപത്രിയിൽ ചെലവിന്റെ കാര്യം ആലോചിച്ചും ബുദ്ധിമുട്ടണ്ട. ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം കിട്ടുമല്ലോ, അതൊന്ന് ചെലവാക്കിക്കോളാം. നീ ജോലിക്ക് പോകണ്ടതല്ലേ ഞാൻ പറഞ്ഞത്? അതിന് ഞാൻ തിരിച്ചു ഉത്തരവും പറഞ്ഞല്ലോ, ഞാൻ പോകുന്നുണ്ടെന്ന്. നീ പോണെന്നോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ? എന്തോ മണി, എന്റെ വാക്ക് ധിക്കരിച്ച് നീ ജോലിക്ക് പോകും എങ്കിൽ പിന്നെ അങ്ങ് നിന്റെ വീട്ടിൽ പോയാൽ അങ്ങ് നിന്നാ മതി, അവിടെ നിന്ന് പോയാൽ മതി, ഇങ്ങോട്ട് വരണ്ട. അത് തന്നെ എനിക്കും സൗകര്യം. അവിടുന്ന് ജോലിക്ക് പോകാനാ എളുപ്പം, ഇങ്ങോട്ട് കഷ്ടപ്പെട്ട് വരണ്ടല്ലോ. എന്തോന്ന് മണി, നിന്റെ എത്ര പറഞ്ഞാലും നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവൂലേ? ഞാൻ ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞില്ലേ നിന്നോട്? ദിവ്യേട്ടാ, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ഇതൊക്കെ മറികടന്നിട്ട് തന്നെയാണല്ലോ ഞാൻ ആലോചിച്ചു, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ചെയ്യാന്ന് തീരുമാനിച്ചത്. മണി, ഇതൊക്കെ നീ ഇപ്പൊ പറയും, ഇത് നിസ്സാരമല്ല. 4-5 മണിക്കൂർ യാത്രയുണ്ട്, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചോട്ടാ, ഇപ്പൊ നീ ഇവിടെ ജോലിക്ക് പോകണ്ട ഇത്ര പൈസയുടെ ആവശ്യം എന്താണ്? ഇവിടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോണില്ലേ മണിക്കുട്ടി? രവിയേട്ടാ, നമ്മൾ കഷ്ടപ്പാട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, എല്ലാ കുടുംബത്തിലും ഉള്ള പോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ആ സമയത്ത് ഇങ്ങോട്ടൊരു ജോലി നമ്മളെ തേടി വരുമ്പോഴത്തേക്ക് അതിന് ജോയിൻ ചെയ്യുന്നതാണ് ഉചിതം. പൈസയുടെ കാര്യം പോട്ട്, വരുമാനത്തിന്റെ കാര്യം പോട്ട്,
എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്ന ഇൻഡിവിജ്വൽ, മണിക്കുട്ടി എന്ന ശാരദാമണി എന്നുള്ള ഇൻഡിവിജ്വലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എന്റേതായ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, സ്വപ്നങ്ങൾ ഉണ്ടാവില്ലേ? ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ജോലി എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചു? അന്ന് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവ്, എന്റെ കുടുംബം, എന്റെ മക്കള്, ഇവരുടെ കാര്യം നോക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു. ഇപ്പൊ കുട്ടികൾക്ക് എന്റെ ആവശ്യമുള്ള സമയമല്ല, അവര് വളർന്നു, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാറായി. നമ്മുടെ വീട്, എനിക്ക് സമാധാനത്തിൽ ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ. ഈ പ്രായത്തിൽ ഞാൻ ജോലി ചെയ്തെങ്കിൽ ഇനി എപ്പോഴേക്കും ജോലിക്ക് പറ്റും? മണി, നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ഒന്നും അല്ല. ഈ ബാങ്കിലെ ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു ജോലിയാണ്, മനസ്സിലായ? റിസ്ക് ആണ്. പിന്നെ ഈ വീട്ടിൽ വന്നുള്ള പണി, അതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായിട്ടാണ് ഞാൻ നിന്റെ പറഞ്ഞത്. ഞാൻ എന്റെ അഭിപ്രായം നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇതൊക്കെ ആലോചിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ജോലിക്ക് ജോയിൻ ചെയ്യാം എന്ന് ഞാനും ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഇനി ആരും അതിനെപ്പറ്റി പറയണ്ട. ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ട് നീ ആ വാശി നിൽക്കാണല്ലോ. ഈ ജോലിക്ക് പോയ പറ്റുന്നുള്ള വാശിയാണ് നിനക്ക്. പിള്ളേരെ കാര്യം നോക്കുന്നില്ല, അവരെ പറ്റി ആലോചിക്കുന്നില്ല. എല്ലാം വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. അവസാനം ഒരു വലിയ ബാധ്യതയായിട്ട് മാറും ഈ ജോലി നിനക്ക്. എന്താന്ന് വെച്ചാ ചെയ്. ആ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്കും. അതുകൊണ്ടാണ് ഉറക്കമൊഴിഞ്ഞിരിക്കുന്നത്, ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നീ ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്ക മണി. ലൈറ്റ് ഓഫ് ചെയ്തരാം. ഞാൻ എപ്പോ ഉറങ്ങണം ഞാൻ തീരുമാനിച്ചോളാം. ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ. വെക്കുന്നില്ല. അമ്മ വരുന്നു. അഭിനയിച്ചോ. അല്ല, കൊളാക്കല്ലേ. എന്തുള്ളരെ ഒന്ന് മാറിയിരിക്കുന്നു. ഭക്ഷണം ഒന്നും കഴിക്കാൻ വരാത്തുണ്ട് അങ്ങോട്ട്. വിശപ്പില്ലേ? എന്ത് പറ്റി? വിശപ്പില്ല. എന്താണ് പ്രശ്നം? മൂഡ് ഔട്ടാ? അടി ഉണ്ടാക്കിയ രണ്ടുപേരും? എന്തോ കാര്യം പറ. നീ പറ ചേച്ചി. നീ പറ. എനിക്ക് പറയാനൊന്നും പറ്റില്ല, നീ പറ. അല്ല, ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? ശരിയാ. ഇനി ആരടുത്ത് എന്ത് പറയാ? നിങ്ങൾ കൃത്യമായ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അമ്മ എങ്ങനെ ഗസ് ചെയ്യാൻ പറ്റും? അമ്മയ്ക്ക് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യമല്ലേ, അച്ഛന്റെ കാര്യമൊന്നും അമ്മയ്ക്ക് അറിയണ്ടല്ലോ. അച്ഛന്റെ കാര്യം അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ല, പറഞ്ഞാലല്ലേ അറിയുള്ളൂ. എന്നാ കേട്ടോ, അച്ഛൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. ജോലി റിസൈൻ ചെയ്യാൻ പോണു? എന്തിന്? ആര് പറഞ്ഞങ്ങനെ? അതെ, ഞങ്ങൾ കേട്ടു. രാവിലെ രാംകുമാർ സാറിന്റെ കൂടെ വിളിച്ച് പറയാ, എന്റെ വൈഫിന് ജോലി കിട്ടി, അതുകൊണ്ട് ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. നമ്മുടെ കാര്യമൊന്നും നോക്കാൻ ആരോടെ ഇല്ല, അവിടെ അച്ഛൻ റിസൈൻ ചെയ്യുവാ. എന്തോന്ന് കാണിക്കുന്നേ? ഒരു ജോലി കിട്ടിയെന്ന് പറഞ്ഞ് വിചാരിച്ചെടുക്കാണ് വേണ്ടേ? ദിവ്യേട്ടന്റെ ജോലി എന്ന് പറഞ്ഞാൽ അറിയാലോ, കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്. എനിക്ക് അതുപോലെ കിട്ടിയ ജോലിയല്ല. അങ്ങനെ വേണ്ട, ദിവ്യേട്ടന്റെ ജോലി കളയൊന്നും വേണ്ട. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യണില്ല. അങ്ങോട്ട് തീരുമാനിച്ചാ പോരെ? അയ്യോ, അങ്ങനെ തീരുമാനിച്ചെങ്ങനെ? അപ്പൊ വിളിച്ച് പറഞ്ഞിട്ട് അമ്മയ്ക്ക് കിട്ടിയ ജോലിയല്ലേ, അപ്പൊ പിന്നെ അത് മോശമല്ലേ അമ്മ പോണില്ല എന്നൊക്കെ പറഞ്ഞ മക്കളെ. അച്ഛന് കിട്ടിയ ജോലിയുടെ മഹത്വമൊന്നും ഇല്ല. അമ്മയ്ക്ക് അപ്പൂപ്പന്റെ ഹോൾഡ് വെച്ച് കിട്ടിയ ജോലിയാണ്. അമ്മയുടെ കഴിവ് കൊണ്ടല്ലോ പരീക്ഷ എഴുതി നേടിയ ജോലിയൊന്നും അല്ലല്ലോ, ഒരു ചെറിയ ജോലിയല്ലേ. അതങ്ങ് വേണ്ടെന്ന് വെക്കണം. അയ്യോ, അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വിഷമാവൂലേ? അതൊന്നും കുഴപ്പമില്ല മക്കളെ. ഫോൺ ഇങ്ങട്. എന്തിന്? ഞാൻ അപ്പൂപ്പനെ വിളിക്കട്ടെ. ഹലോ. അച്ഛാ, ഞാനാ മണിക്കുട്ടിയാ, രംഗിയല്ല. അതെ അച്ഛാ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. ഞാനേ ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്നില്ല. അതോ? ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്താൽ ശരിയാവില്ല അച്ഛാ. ഇത്രയും ദൂരം, പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അതുകൊണ്ടാ ശരിക്കും സത്യമായിട്ടും. ഒരു കാര്യം ചെയ്യാച്ചാ, ആ ജോലിയെ അത്യാവശ്യമായിട്ട് ജോലി വേണ്ട ആർക്കെങ്കിലും അർഹതപ്പെട്ട ഒരാൾക്ക് എടുത്തു കൊടുക്കും. അതല്ലേ വേണ്ടേ? ഒന്നും തോന്നില്ലേ അച്ഛാ? അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ അവസാനം ജോയിൻ ചെയ്തില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. സോറി. ശരി ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു അല്ലേ? പറയണം മക്കളെ. ചില സമയത്തേ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കണം, പെട്ടെന്ന് തീരുമാനിക്കണം, ഇല്ലേ? എന്തായാലും വിളിച്ചു പറഞ്ഞ എന്തായാലും നന്നായി അല്ലേ? അതെ, നല്ലൊരു തീരുമാനം അമ്മ എടുത്ത്. ഇനിയിപ്പം റിസൈൻ ചെയ്യത്തില്ലല്ലോ.
അച്ഛൻ റിസൈൻ ചെയ്യണ്ട, റിസൈൻ ചെയ്യാൻ പാടില്ല. മക്കളെ ആ അച്ഛാ അച്ഛനെ ആ ദാസന്റെ കട വരെ പോണേ. നിങ്ങൾക്ക് വല്ല വാങ്ങിക്കണോ? ഞങ്ങക്ക് വേണ്ട വേണ്ട, വേണ്ട. ഒന്നുമില്ല. ഞാൻ ഇപ്പൊ വരാം, പോയിട്ട് വരാം. ഒരു കാര്യം പറയട്ടെ, ഞാൻ ജോലിക്കൊന്നും പോണില്ല, വേണ്ടെന്ന് വിളിച്ച് പറഞ്ഞു അച്ഛനെ. കുഴപ്പമില്ല മണി, നീ പൊയ്ക്കോ, നിന്റെ ആഗ്രഹമല്ലേ, നീ പൊയ്ക്കോ, ജോലി പൊയ്ക്കോ. ഇല്ല കുഴപ്പമില്ല, ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്യണില്ലാന്ന്. ഞാനേ പഴയ മണിക്കുട്ടിയായിട്ട് ഇവിടെ സാധാരണ പോലെ ഇരുന്നോളാം, ആണോ? മാറ്റങ്ങളൊന്നും വരണ്ട. പോട്ടെന്ന് എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം, അങ്ങനെ ആയിക്കോട്ടെ. അതാ നല്ലത്. അപ്പൊ എല്ലാം തീരുമാനിച്ചല്ലോ അല്ലേ? തീരുമാനിച്ചു. ജോലിക്ക് പോകുന്നതെല്ലാം തീരുമാനിച്ചു. അച്ഛന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല, എല്ലാം ഹാപ്പി ആയല്ലോ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത ഒരു ചെറിയ ഒരു നാടകമായിരുന്നു ഇത്. നാടകോ? എന്ത് നാടകം? നാടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ, അച്ഛൻ ജോലി റിസൈൻ ചെയ്യാൻ പോകുന്നു ഞങ്ങൾ അമ്മയെടുത്ത് ഒരു തള്ളി. ഞാനാ? അതെ. ആര് പറഞ്ഞു? അങ്ങനെ ആരും പറഞ്ഞില്ല. ഞങ്ങളൊന്ന് അഭിനയിച്ചതാ, ഇത് സത്യമായിരുന്നില്ല. അതുകൊണ്ട് എന്തേ, നിങ്ങൾ രണ്ടുപേരും പിണക്കവും തീർന്നു, അപ്പൂനെ വിളിച്ച് കാര്യവും പറഞ്ഞു, എല്ലാം ശുഭം. അത് ശരി, എടി കൊള്ളാലോ നിങ്ങളുടെ ഐഡിയ. രണ്ടെണ്ണത്തിനെ ഞാൻ വെച്ചിട്ടുണ്ട്. കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? അങ്ങനെയല്ല, നമ്മള് കുടുംബത്തിന്റെ സമാധാനം തകരുമ്പോ രണ്ട് പെൺമക്കൾ എന്ന രീതിയിൽ നമ്മളാണല്ലോ ഈ സമാധാനം നിലനിർത്തേണ്ട അവകാശവും ബാക്കി അറിയില്ല. അടിപൊളി, നിങ്ങളുടെ ഐഡിയ കൊള്ളാം. പിന്നെ ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു കാര്യം മനസ്സിലായി. എന്തോന്നു? അമ്മയ്ക്ക് അച്ഛനോട് ഇഷ്ടമൊക്കെ ഉണ്ട്. അതേ ഉള്ളൂ. പോട്ടെ.